കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആരാണ് വൈബെന്ന് ചോദിച്ചാൽ, ആരെയാണ് എല്ലാ മണ്ഡലങ്ങളിലും ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് മറ്റാരുമല്ല, ഷാഫി പറമ്പിൽ എന്ന യുവാവായ കോൺഗ്രസ് നേതാവ്. ഷാഫി പറമ്പിലിനെ മലബാർ രാഷ്ട്രീയത്തിൻ്റെ സവിശേഷമായ ഷാഫി മോഡലായി ഒക്കെ ചിത്രീകരിക്കാൻ അങ്ങ് മാധ്യമ വിശകലന വിദഗ്ധനായി ഇടയ്ക്കിടെ അല്പാൽപ്പം വിഷം പുരട്ടുന്ന ജേക്കബ് മുതൽ ഇലക്ഷൻ സമയത്ത് പ്രത്യക്ഷപ്പെട്ട കാഫർ സ്ക്രീൻഷോട്ട് വരെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചാണ് അദ്ദേഹം മുന്നേറുന്നത്. സാധാരണ VVIP സന്ദർശനങ്ങൾ ഒരു ഇലക്ഷൻ പ്രക്രിയയെ ആകെ പലപ്പോഴും നെഗറ്റീവായി ബാധിക്കുന്ന ഘടകമാണ്. ആ മണ്ഡലത്തിൽ നടക്കുന്ന ഇലക്ഷൻ പ്രചരണങ്ങളുടെ എല്ലാം താളം തെറ്റിക്കും. സ്ഥാനാർത്ഥി സ്വീകരണങ്ങളാണെങ്കിൽ അതും വല്ലാതെ വൈകിപ്പിക്കുകയും മറ്റു പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ ഇതെല്ലാം സ്ഥാനാർത്ഥികൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിലും തങ്ങളുടെ മണ്ഡലത്തിലേക്ക് ഒരിക്കലെങ്കിലും എത്തിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു നേതാവേ ഇത്തവണത്തെ ഇലക്ഷൻ രാഷ്ട്രീയ പ്രചരണ വേദിയിലുള്ളൂ. അത് ഷാഫി പറമ്പിലാണ്. കാരണം അത്രമേൽ വൈബും സ്വീകാര്യതയുമുണ്ട് ഷാഫി പറമ്പിലിന്. അതുകൊണ്ടാണ് ആ സ്വീകാര്യതയെ കെടുത്താൻ പലതരത്തിലുള്ള ആക്ഷേപങ്ങളിൽ ചുരുക്കി അദ്ദേഹത്തെ മറ്റൊരു തരത്തിൽ വക്രീകരിച്ച് ചിത്രീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉറപ്പായും പാലക്കാട് നിന്ന് മത്സരിക്കേണ്ട, കേരളത്തിൻ്റെ ഒരു മന്ത്രിയായി തീരേണ്ട ആളായിരുന്നു ഷാഫി പറമ്പിൽ. അദ്ദേഹം MP ആയത് രാഷ്ട്രീയമായി ഒരബദ്ധമായി തോന്നുമ്പോഴും ഒരുപക്ഷെ MP ആയതുകൊണ്ടാണ് ഇത്രമേൽ നിറഞ്ഞു നിന്ന് ഒരു പാൻ കേരള ഇമേജോടുകൂടി പ്രവർത്തിച്ച് മുന്നേറാൻ അദ്ദേഹത്തിനാവുന്നത്. രണ്ടാം നിരയിൽ മുന്നിൽ നിന്ന് മുതിർന്നവരുടെ പട്ടികയിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുണ്ട്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുണ്ട്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്. ഇവരെല്ലാവരും യോഗങ്ങളിലും പൊതുയോഗങ്ങളിലും മറ്റുള്ളിടത്തും കത്തിക്കയറുമ്പോൾ ഷാഫി പറമ്പിൽ അക്ഷരാർത്ഥത്തിൽ രാവിലെ മുതൽ രാത്രി വരെ മണ്ഡലങ്ങളിൽ തോറും സമയം ക്രമീകരിച്ചു കൊടുത്ത് മണിക്കൂറുകളേറെ വൈകുന്ന റോഡ് ഷോയുടെ നായകനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഷാഫിയെ എല്ലാ മണ്ഡലങ്ങളും ക്ഷണിക്കുന്നു, ഷാഫിയെ കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നു. ഇതിൻ്റെ മറുവശം കൂടിയുണ്ട്. ഷാഫിയെ കൂടി ടൈൻറ്റഡാക്കാൻ, എന്തെങ്കിലുമൊക്കെ ആക്ഷേപങ്ങളിൽ ആരോപണങ്ങളിൽ കൂട്ടിക്കെട്ടാൻ, പേരുകൾ പറയിക്കാൻ, ഇല്ലാതാക്കാൻ എല്ലാ ശ്രമവും നടത്തുക തന്നെ ചെയ്യും. യഥാർത്ഥത്തിൽ ഈ പ്രശസ്തിയും പ്രസക്തിയുമൊക്കെ രാഷ്ട്രീയത്തിൽ അത് വലിയ വെല്ലുവിളിയും പരീക്ഷണവുമാണ്. അതെത്രമേൽ ശ്രദ്ധയോടെ അദ്ദേഹത്തിന് സൂക്ഷിക്കാനാവും എന്നുള്ളിടത്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയുടെ നിശ്ചയം കുറിക്കുന്നത്.